ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ദൈവനാമം മഹത്വപ്പെട്ടെ. കുറേ നാളുകളായി നാം ചിന്തിക്കുകയും ആലോചിക്കുകയും നാം അനുഭവിക്കുകയും ചെയ്യുന്നൊരു വിഷയമാണല്ലോ സന്തോഷമെന്ന വിഷയം. വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. യേശുവിനെ കഴിയൂ. യേശുവിൻ്റെ വചനത്തെ കഴിയൂ. കുറച്ച് സന്തോഷം തരാൻ ഈ ഭൂമിയിലെ പല കാര്യങ്ങൾക്കും കഴിയും. എന്നാൽ മുഴുവൻ സന്തോഷം തരാൻ യേശുവിനെ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് കുറച്ച് സന്തോഷം അനുഭവിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ചുറ്റുപാട്. സന്തോഷകരമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അവരുടെ സമയവും പണവും ആരോഗ്യവും എല്ലാം ചെലവഴിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. എന്തിന്? സന്തോഷം ലഭിക്കാൻ. എന്നാൽ യേശുക്രിസ്തു തരുന്ന സന്തോഷം അത് സൗജന്യമായി തരുന്നതാണ്. നമുക്ക് പൈസ മുടക്കില്ല, നമുക്ക് സമയം ചെലവഴിക്കേണ്ട. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, യേശുവിനോട് ചേർന്നിരുന്നാൽ മതി, യേശുവിന് വേണ്ടി ജീവിതം വേർതിരിച്ചാൽ മതി, യേശുവിൻ്റെ വഴിയിലൂടെ നടന്നാൽ മതി. യേശുക്രിസ്തുവിൻ്റെ വചനം ജീവിതത്തിൽ അനുഭവിക്കുകയും അനുസരിക്കുകയും ആ വചനപ്രകാരം മുന്നോട്ട് പോയാൽ മതി. തീർച്ചയായും സന്തോഷം തരും. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം കൃപ ചെയ്ത് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷമാണ്. എപ്പോഴും എന്ന് പറയുമ്പോൾ ഒരിക്കലും ദുഃഖമില്ലെന്നാണോ? കർത്താവിന് സ്തോത്രം. ദുഃഖത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും സാധാരണ ഒരു മനുഷ്യൻ എന്ന പോലെ വരാറുണ്ട്. പക്ഷേ അതെല്ലാം വരുമ്പോഴും ഞാൻ യേശുവിനോട് പറ്റിച്ചേർന്ന് നിന്ന് യേശു തരുന്ന സന്തോഷം അനുഭവിക്കുന്നു. ഒരുപക്ഷെ കഷ്ടതയുടെ മധ്യത്തിലായിരിക്കാം, രോഗത്തിൻ്റെ മധ്യത്തിലായിരിക്കാം, പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളിലെയും ഒറ്റപ്പെടുത്തലുകളുടെയും മധ്യത്തിൽ പോലും ഞാൻ സന്തോഷിക്കുന്നു. കാരണം മറ്റൊന്നുമില്ല, ഒന്ന് മാത്രം. എന്താണത്? എന്താണ് ആ ഒന്ന്? യേശു. യേശു ഉണ്ട് എന്നുള്ളത് എന്നെ അതിയായി സന്തോഷിപ്പിക്കുന്നു. എനിക്ക് യേശു ഉണ്ട്. കർത്താവിന് സ്തോത്രം. എനിക്ക് സ്വന്തമായി പലതുമുണ്ട്, പക്ഷേ എനിക്ക് സ്വന്തമായി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ നോക്കുമ്പോൾ, ഈ ഭൂമിയിലെ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ കൃപയാൽ എനിക്ക് ആവശ്യമുള്ളത് കർത്താവ് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പറയും, യേശു ഉണ്ടെങ്കിൽ സന്തോഷം കിട്ടും. അതാണ് എൻ്റെ സന്തോഷത്തിന് നിദാനം. ഈ വലിയ സന്തോഷത്തിലെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് തുറന്നു നടക്കുന്ന ഈ തിരുവചന ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ദുഃഖങ്ങൾ എടുത്തുമാറ്റി, നിരാശ എടുത്തുമാറ്റി, നിത്യസന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കട്ടെ എന്നാണ് എൻ്റെ എളിയ പ്രാർത്ഥന. കർത്താവിൻ്റെ സ്തോത്രം. നമുക്ക് നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. അവിടെ ഏത് തരത്തിലുള്ള സന്തോഷത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധയോടെ വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 10-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം, ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. The joy of the Lord is your strength. ദൈവത്തിലുള്ള ആ ബലമാണ് നിങ്ങളുടെ സന്തോഷം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുക. ഇതിൻ്റെ പശ്ചാത്തലം പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നെഹമ്യാവ് പ്രവാസത്തിലേക്ക് പോയ ഒരു വ്യക്തിയാണ് നെഹമ്യാവ്. നെഹമ്യാവ് ശൂഷൻ രാജധാനിയിൽ, അർത്ഥകശഷ്ട രാജാവിൻ്റെ രാജധാനിയിൽ ഇരിക്കുമ്പോൾ നെഹമ്യാവിൻ്റെ മുഖം വാടി. ദീനം പിടിച്ചവനെ പോലെ നെഹമ്യാവ് ഇരിക്കുകയാണ്. അർത്ഥകശഷ്ട രാജാവ് നെഹമ്യാവിനോട് ചോദിച്ചു, നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് വല്ല ദീനമുണ്ടോ? അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, ദീനമൊന്നുമില്ല. യെരുശലേമിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും യെരുശലേമിൻ്റെ മതിലുകൾ പൊളിഞ്ഞും കിടക്കെ എനിക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? രാജാവിന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ വേദന മനസ്സിലായി. യെരുശലേമിൻ്റെ മതിൽ പൊളിഞ്ഞിരിക്കുന്നു, ദൈവനഗരത്തിൻ്റെ മതിൽ പൊളിഞ്ഞിരിക്കുന്നു, ദൈവനഗരത്തിൻ്റെ വാതിൽ പൊളിഞ്ഞിരിക്കുന്നു. നെഹമ്യാവ് പറഞ്ഞു, ആ ദുഃഖം അത് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമാണ്. രാജധാനിയിലാണെങ്കിൽ പോലും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. രാജാവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ പോലും എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാരണം യെരുശലേമിൻ്റെ മതിലുകൾ പൊളിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. എന്താണ് പ്രിയരെ ഇതിൻ്റെ എല്ലാം ആത്മീയ അർത്ഥം? കേവലം
ഒരു രാജ്യത്തിൻ്റെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നു, ഒരു രാജ്യത്തിൻ്റെ വാതിൽ തീ വെച്ച് ചുട്ട് കരിഞ്ഞു കിടക്കുന്നു എന്ന ആശയത്തിലുപരിയായി ജീവനുള്ള ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ നഗരവുമായ മനുഷ്യഹൃദയം, മനുഷ്യ ജീവിതങ്ങൾ തകർന്നു കിടക്കുന്നു, അതിൻ്റെ മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നു. ആലയത്തിൻ്റെ വാതിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ എന്ന് കൊരിന്ത് ലേഖനത്തിൽ 2 ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നുണ്ട്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നിങ്ങളാണ് ദൈവത്തിൻ്റെ മന്ദിരം. ഈ ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ആലയം, ഈ ആലയത്തിൻ്റെ മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. മതിൽ പൊളിയുക എന്ന് പറഞ്ഞാൽ ആർക്കും പ്രവേശിക്കാം. ഇന്ന് ശത്രു അവിടെ കയറിയിരിക്കുന്നു. ഇന്നത്തെ തലമുറയുടെ യഥാർത്ഥ ഒരു പിക്ചറല്ലേ അത്? മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ കൺട്രോളില്ല. അവരേത് സമയത്തും വീട് വിട്ടു പോകും. വീട്ടിൽ കയറി വരുന്നത് അവർക്കിഷ്ടമുള്ളപ്പോൾ. അവരാരോടും കൂട്ടുകൂടും. അവരേത് ഭക്ഷണവും കഴിക്കും, ഏത് പാനീയവും കുടിക്കും. അവർ ആരുടെ കൂടെ വേണമെങ്കിലും പോകും. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ വളരെ അച്ചടക്കത്തോടെയൊക്കെ കഴിഞ്ഞിരുന്നു. ഇന്ന് പെൺകുട്ടികളും, ഞാൻ കേട്ടു, നിങ്ങൾ കേട്ട് കാണും, പെൺകുട്ടികളും സ്മോക്ക് ചെയ്യുന്നു, പെൺകുട്ടികളും മദ്യപിക്കുന്നു. പെൺകുട്ടികൾ ഇന്നലെ കണ്ട ഏതോ ഒരു പയ്യൻ്റെ പിറകിൽ ബൈക്കിൽ കയറി യാത്ര ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു. മതിൽ പൊളിഞ്ഞു കിടക്കുന്നു, വാതിൽ പൊളിഞ്ഞു കിടക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒരു ദൈവദാസൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് വരുന്ന ഏറ്റവും വലിയ വേദന നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വേദനയാണ്. ആത്മാക്കൾ നശിച്ചു പോകുന്നു. ഈ വേദനയുടെ ഒരു പ്രതീകാത്മകമായ കാഴ്ചയാണ് നെഹമ്യാവ് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശൂശൻ രാജധാനിയിലിരുന്ന് അർത്ഥകശിഷ്ട രാജാവിൻ്റെ കൊട്ടാരത്തിലിരുന്ന് കണ്ടത്. കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവർ നശിച്ചു പോകുന്നതിൽ നിങ്ങൾക്ക് വേദനയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആര് വേദനിക്കുന്നു? നാട് നശിക്കുന്നു, യൗവനക്കാർ നശിക്കുന്നു, കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു, ഡൈവോഴ്സുകൾ വർദ്ധിക്കുന്നു, ആത്മഹത്യകൾ പെരുകുന്നു, കുടുംബങ്ങൾ നരകമായിത്തീരുന്നു. ആർക്ക് വേദനയുണ്ട്? എല്ലാവരും ചില ആഘോഷങ്ങളിലും ചില അനുഷ്ഠാനങ്ങളിലും ചില കർമ്മ പരിപാടികളിലെല്ലാം മുഴുകി ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്നു. മോചനം എവിടെ? ഇല്ല പ്രിയരെ, മോചനമില്ല. മോചിപ്പിക്കാൻ കഴിയുന്നവൻ ഒരുവനേ ഉള്ളൂ, അത് യേശുക്രിസ്തുവാണ്. യേശുവിലേക്ക് വരുന്നില്ല ജനം, യേശുക്രിസ്തുവിലേക്ക് വരുന്നില്ല. പാവപ്പെട്ട ജനത്തെ നേതൃത്വത്തിലുള്ളവർ യേശുവിലേക്ക് നയിക്കുന്നില്ല. ചില കർമ്മങ്ങളിലും ആചാരങ്ങളിലും നേർച്ചകളിലും കാഴ്ചകളിലും വഴിപാടുകളിലും പാവപ്പെട്ട ജനത്തെ കെട്ടിയിട്ടിരിക്കുന്നു. മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. ആത്മീയമായ ചില കർമാചാരങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോഴും മതിൽ പൊളിഞ്ഞു കിടക്കുന്ന ജനം. മതിൽ പൊളിഞ്ഞാൽ ആർക്കും ഓടിക്കയറാം, കുറുക്കന് കയറാം, സിംഹത്തിന് കയറാം, പുള്ളിപ്പുലിക്ക് കയറാം, ചെന്നായ്ക്ക് കയറാം. മനുഷ്യ ജീവിതങ്ങളിലേക്ക് മതിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്യമൃഗങ്ങൾ കയറുന്ന പോലെ അശുദ്ധിയും മ്ലേച്ഛതയും വ്യഭിചാരവും കൊലപാതകത്തിൻ്റെതായ ആ വന്യമായ ആക്രമണങ്ങൾ മനുഷ്യജീവിതത്തിലേക്ക് കയറുന്നു. മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. എന്നാൽ നെഹമ്യാവ് എന്ന് പറഞ്ഞ ദൈവഭക്തൻ, ദൈവത്തിൻ്റെ ആത്മാവുള്ള നെഹമ്യാവ് ഇരുന്ന് കരയുകയാണ്. അയ്യോ, മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. നെഹമ്യാവിൻ്റെ മുഖം വാടി. കാരണം നാട്ടിൽ യൗവനക്കാരും അനേകായിരങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്താതെ നശിക്കുമ്പോൾ എങ്ങനെ ചിരിക്കാൻ പറ്റും? ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. എന്നാൽ ഞാൻ നിങ്ങളോടൊരു സത്യം പറയാം. ഒരു ദേശത്ത്, ഒരു ഇടവയിൽ, ഒരു കുടുംബത്തിൽ ഒരു ദൈവദാസനിരുന്ന് ദൈവസനിൽ നിന്ന് കരഞ്ഞാൽ ദൈവം അതിന് മറുപടി തരും. അർത്ഥകശിഷ്ട രാജാവ് ചോദിച്ചു, എന്തിനാണ് നിൻ്റെ മുഖം വാടുന്നത്? കാര്യം തുറന്നു പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഞാൻ നിന്നെ യെരൂശലേമിലേക്ക് അയക്കാം. അങ്ങനെ നെഹമ്യാവും വലിയൊരു കൂട്ടം ജനവും രാജാവ് കൊടുത്തതായ ചില സമ്മാനങ്ങളും ചില സമ്പത്തുകളുമായി യെരൂശലേമിലേക്ക് വരുന്നു. അവർ മതിൽ പണിയാൻ തുടങ്ങി. മതിൽ പണിതപ്പോൾ എതിർപ്പുകൾ, ഇല്ലേ? മദ്യപിച്ചും വ്യഭിചാരം ചെയ്തും മ്ലേച്ഛത ചെയ്തും നാട്ടിലൂടെ തലങ്ങും വിലങ്ങും ആളുകൾ നടന്നാൽ ആർക്കും പരാതിയില്ല. ഒരാൾ ഈ ബൈബിളും പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ പോയാൽ എതിർപ്പാണ്, ഒറ്റപ്പെടുത്തലുകളാണ്, അവരെ കുറ്റം പറയുകയാണ്, അവരെ സമൂഹത്തിൽ നിന്നും ഭ്രഷ്ട് കൽപ്പിക്കുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും നെഹമ്യാവ് തളർന്നില്ല. നെഹമ്യാവിൻ്റെ മതിൽ പണി തുടങ്ങിയപ്പോൾ എതിർപ്പുകൾ വന്നു. പക്ഷേ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ച് നെഹമ്യാവും കൂട്ടരും
അവിടെ സെരുബ്ബാബേലുണ്ട്, എസ്രാ പുരോഹിതനുണ്ട്. എല്ലാവരും ചേർന്ന് മതിൽ പണിതു, ജനവും കൂടി. കേവലം 52 ദിവസം കൊണ്ട് യെരൂശലേമിൻ്റെ മതിൽ മുഴുവൻ പണിതു. വലിയൊരു എഫേർട്ടായിരുന്നു, പക്ഷേ പണിതു. അതേ പ്രിയരെ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമ്മിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യും. നെഹമ്യാവിലൂടെ മതിൽ പണി തീർന്നു, സന്തോഷമായി. ആ സമയത്ത് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, അങ്ങനെ ഇസ്രായേൽ മക്കൾ സമാധാനത്തോടെ തങ്ങളുടെ പട്ടണത്തിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന് മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമിച്ച് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. നെഹമ്യാവ് പറഞ്ഞു എസ്രാ ശാസ്ത്രിയോട് ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ. അങ്ങനെ ജനം കേൾക്കെ എസ്രാ ശാസ്ത്രി ഒരു പീഠത്തിൽ കയറിയെന്ന് ന്യായപ്രമാണ പുസ്തകം വായിച്ചു. ജീവനുള്ള ദൈവം തൻ്റെ മക്കളായ ഇസ്രായേൽ ജനത്തിന് ആചരിക്കുവാനും അനുഷ്ഠിക്കുവാനും മുന്നോട്ട് പോകുവാനും ദൈവം എഴുതി കൊടുത്ത ന്യായപ്രമാണം അത് വായിച്ചു. ഈ ന്യായപ്രമാണ പുസ്തകം വായിച്ചപ്പോൾ ജനം കരഞ്ഞു. നാം അങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3-ാം വാക്യം, നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും കേട്ടു. കർത്താവിന് സ്തോത്രം. 5-ാം വാക്യം, എസ്രാ സകല ജനവും കാണുക പുസ്തകം വിടർത്തി. അവൻ സകല ജനത്തിന് മീതെയായിരുന്നു. അത് വിടർത്തിയപ്പോൾ ജനമെല്ലാം എഴുന്നേറ്റ് നിന്നു. നാം വായിച്ച് താഴോട്ട് വരുമ്പോൾ കാണുന്നു, എസ്രാ ശാസ്ത്രി ന്യായപ്രമാണ പുസ്തകത്തിന് പൊരുൾ തിരിച്ചു കൊടുത്തു, അർത്ഥം പറഞ്ഞു കൊടുത്തു. ഈ അർത്ഥം കേട്ടപ്പോൾ ജനം കരയാൻ തുടങ്ങി. അങ്ങനെയാണ് നാം 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞുപോയിരുന്നു. അതേ, വാസ്തവമായി ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അനുതാപം കൊണ്ട് നിറയും. നമുക്ക് കരച്ചിൽ വരും, പാപബോധമുണ്ടാകും, അനുതാപമുണ്ടാകും, ദൈവസന്നിധിയിൽ എളിമപ്പെടാനിടയാവും. കഴിഞ്ഞകാല വഴികൾ തെറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് വിലപിക്കാനിടയാകും. അത് യഥാർത്ഥ ദൈവപ്രസാദമുള്ള അനുതാപമാണ്. ന്യായപ്രമാണ പുസ്തകം വായിച്ചപ്പോൾ ജനം കരഞ്ഞു. 9-ാമത്തെ വാക്യം. എന്നാൽ 10-ാമത്തെ വാക്യം വരുമ്പോൾ കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ, അവിടെ പറയുകയാണ്, ഈ ദിവസം നമുക്ക് കർത്താവിന് വിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്. നിങ്ങൾക്ക് അനുതാപം വന്നു, പക്ഷേ അത് പിന്നീട് ഒരു ദുഃഖമായി പോകേണ്ട ആവശ്യമില്ല. ദൈവം നിങ്ങൾക്കെല്ലാം മറച്ചു തരും, മറന്നു തരും. പറഞ്ഞു, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഞാനിത് പറഞ്ഞത്? ന്യായപ്രമാണ പുസ്തകം വായിക്കുമ്പോൾ നാം കരയും, നമുക്ക് അനുതാപം കിട്ടും. ദൈവത്തിൻ്റെ വചനം, ഈ വചനത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല പാപങ്ങളെക്കുറിച്ച് അനുതാപം വരും. ആ അനുതാപം നമ്മെ സന്തോഷത്തിലേക്ക് നയിക്കും. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നുവല്ലോ. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമായി കിട്ടണമെങ്കിൽ നാം വചനം കേൾക്കണം. ദൈവത്തിൻ്റെ വചനം, സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന രംഗത്ത് നാം കടന്നു വരണം. അപ്പോൾ നമുക്ക് അനുതാപം കിട്ടും. ഈ അനുതാപം നമ്മെ മാനസാന്തരത്തിലേക്കും അത് പാപമോചനത്തിലേക്കും ദൈവിക ക്ഷമയിലേക്കും തുടർന്ന് ദൈവിക സന്തോഷത്തിലേക്കും നമ്മെ നയിക്കുമെന്നാണ് ഈ തിരുവചന സന്ദേശം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നുവല്ലോ. ഇന്ന് സന്തോഷമില്ലാത്തവരല്ലേ നിങ്ങൾ പലരും? മാന്യ സഹോദര, പ്രിയ സഹോദരി, പ്രിയ യൗവനക്കാര്, പ്രിയ മാതാവേ, ചിരിച്ചിട്ട് എത്ര കാലമായി, സന്തോഷിച്ചിട്ട് എത്ര ദിവസമായി. എന്നാൽ ഈ വചനം വായിക്കൂ, ഈ വചനം ധ്യാനിക്കൂ. ജീവനുള്ള ദൈവം നിങ്ങൾക്ക് സന്തോഷം തരും. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാക്കി കർത്താവ് തീർക്കും. ഈ മഹാഭാഗ്യം നിങ്ങൾക്ക് വേണമോ? വചനം കേട്ടാൽ സന്തോഷം കിട്ടും, വചനം ധ്യാനിച്ചാൽ സന്തോഷം കിട്ടും, വചനം അനുസരിച്ചാൽ അതിലേറെ സന്തോഷം കിട്ടും. വചനം പ്രമാണമാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ദുഃഖം മുഴുവൻ മാറി നിങ്ങളുടെ മേൽ സന്തോഷത്തിൻ്റെ ആ ഒരു പുതുവസ്ത്രം കർത്താവ് ധരിപ്പിക്കും. അതിനാർക്കെല്ലാം താല്പര്യമുണ്ട്? വചനം ഞാൻ ഇനി മുതൽ വായിക്കും. കർത്താവേ, ഈ തിരുവചനം ഞാൻ വായിക്കും, വായിച്ച് ധ്യാനിക്കും. ഞാൻ അനുതാപവാക്യങ്ങളോടെ അവിടുത്തെ സന്നിധിയിൽ വരും. അങ്ങനെ നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ഒരു പുതിയ തീരുമാനത്തിലേക്ക് വന്നാൽ ഇപ്പോൾ തുടങ്ങാം ആനന്ദം. യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ. നിങ്ങൾക്കങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ കർത്താവേ, ഇതുവരെയും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കാത്തവർ, നിരാശയിലൂടെ കടന്നു പോകുന്നവർ, ദുഃഖത്തിന്മേൽ ദുഃഖമായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും നീ തിരുവചനം കേൾക്കുന്നുവെങ്കിൽ
അവർ വചനം വായിക്കാനും വചനം ധ്യാനിപ്പാനും വചനപ്രകാരം ജീവിപ്പാനും കർത്താവെ അവർ തീരുമാനമെടുക്കുവാൻ ഇടയാകട്ടെ. അങ്ങനെയെങ്കിൽ അവരുടെ മേൽ സ്വർഗീയ സന്തോഷം പകരണമേ. തുടർന്നുള്ള അവരുടെ ജീവിതബന്ധാവിൽ സന്തോഷത്തിൻ്റെ അനുഭവങ്ങളും ശ്രേഷ്ഠ അനുഭവങ്ങളും പ്രാപിപ്പാൻ അവരുടെ മേൽ എൻ്റെ നാഥൻ്റെ കരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്താലുള്ള സന്തോഷം ലഭിപ്പാൻ ഈ പ്രിയമക്കൾക്ക് ഇടയാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വം.